എൻ്റെ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവസാനം എവിടെയാണെന്നുള്ളതായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അവസാനം കണ്ട് ഇവിടാണ്. റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ലൈറ്റിങ്ങോട് കൂടിയൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വടാപ്പാവ് വയ്ക്കുന്ന അവിടുത്തെ ക്യൂ ഉണ്ടോ, എത്ര ലൈനാണ് നോക്കിയാൽ, 4 ലൈൻ ക്യൂ ആയിട്ട് ഇന്നാണ് ഈ വടാപ്പാവ് വാങ്ങി. പതിവ് പോലെ ഞങ്ങൾ താമസിക്കുന്ന പൈപ്പ് ലൈനിലെ ഹോട്ടലിൽ നിന്നും രാവിലെ ഇറങ്ങി 746 ബസ്സിൽ കയറി അന്തേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. അന്തേരി റെയിൽവേ സ്റ്റേഷനിലെ മലയാളി ചേട്ടൻ്റെ കടയിൽ നിന്ന് കാപ്പിയും കുടിച്ച് ഇന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് VT റെയിൽവേ സ്റ്റേഷൻ, VT മാർക്കറ്റ് കാണാനാണ് ഉദ്ദേശം. ചേട്ടാ പേരെന്താ? പേര് കമറുദ്ദീൻ. എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മളത് 50 വർഷമായിട്ടുണ്ട് ഇവിടെ. 44-ായിട്ട് തുടങ്ങിയിട്ടുള്ളത്. നാട്ടില് തൃശ്ശൂർ ചാവക്കാട് വട്ടേകാട് എന്ന് പറയും. ഇവിടെ 19 വർഷമായില്ലേ? ഞങ്ങൾ 4 ജ്യേഷ്ഠന്മാര്, ഞാൻ 3ാമത്തെ ആളാണ്. എൻ്റെ അനിയനുണ്ട്, 2 ജ്യേഷ്ഠന്മാരുണ്ട്. എല്ലാ ഐറ്റം ഫുഡ്, നാട്ടിലെ ഐറ്റംസ് അല്ല, ഇവിടെ ബോംബെ ഐറ്റംസ്, ബോംബെയിലുള്ള എല്ലാ ഐറ്റംസ്. നാട്ടിലെ ഫുഡുകൾ കൂടെ പോകില്ല അതോ? അല്ല, അങ്ങനെ ആദ്യത്തെ മാതിരിയുള്ള മലയാളികളൊന്നും ഇപ്പൊ ഇല്ല. അത് കാരണം ഇപ്പൊ ഇവിടുത്തെ ഫുഡുകൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല. കമറുദ്ദീൻ ചേട്ടനോട് ഞങ്ങൾ ബൈ പറഞ്ഞ് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. ആ കയറി വരുന്നതാണ് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ ട്രെയിനിൻ്റെ ബോഗി കൊണ്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ വഴിയാണ് അകത്തോട്ട് കയറി പോകുന്നത്. അന്തേരിയിൽ ഈസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കയറി പോകുന്ന വഴി ഇതാണ്. ഉണ്ട് റെയിൽവേ റണ്ണിംഗ് റൂം അന്തേരി. ഇന്ന് ഞങ്ങൾ പോകുന്നത് VT മാർക്കറ്റിലാണ്. അന്നേരം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി പോവുകയാണ്. എന്നിട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണാൻ നമ്മളിങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ എല്ലാവരുടെയും ഷൂ ഒക്കെ പോളിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മുകളിലോട്ട് കയറാം. അതായത് അന്തേരി ബെസ്റ്റ് ബുക്കിംഗ് ഓഫീസ് അത് അപ്പുറത്തെ സ്ഥലമാണ്. നമ്മൾ ഈസ്റ്റിലാണ് കയറിയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനുകൾ ഇങ്ങനെ സെക്കൻഡ് വ്യത്യാസത്തിലാണ് ട്രെയിനുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വലിയ സ്റ്റേഷനാണ്, എല്ലാം ഫുള്ളാണ്. ഉണ്ടോ, മിനിറ്റ് ഇങ്ങനെ ട്രെയിനുകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ്. ഫാനാണ്, ഈ വലിയൊരു ഫാൻ മതി ഒരു ഏരിയ മൊത്തം കവർ ചെയ്യും. ടിക്കറ്റ് കൗണ്ടർ അതാണ് ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ. ഈ ഫാനുകളാണ്, ഈ ഫാന് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. 3 എണ്ണമാണ് ഇവിടുത്തെ ഈ ഏരിയയിൽ നല്ല കൂളിംഗ് വരുന്നുണ്ട്. ഇതാണ് ഫാൻ, വലിയ ഫാനുകളാണ്. ഇവിടുത്തെ ആളുകളുടെ ജീവിതം മുഴുവൻ ഈ ഒരു ട്രെയിനിലൂടെയുള്ള യാത്രയിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന ബസ്സിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് ട്രെയിനാണ്. അതുപോലെ തന്നെ ബസ്സുകൾ, ഇലക്ട്രിക് ബസ്സുകൾ, അങ്ങനെയുള്ള ബസ്സുകൾ, ടാക്സികൾ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. നമ്മൾ VT മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് ആണ് നമുക്ക് ട്രെയിനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ മിനിറ്റിന് ട്രെയിനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അടുത്ത ട്രെയിൻ വരും. അതാണ് അടുത്ത ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് തരും. അങ്ങനെയുള്ള സ്ഥലമാണ്. എത്രയാണ്? അപ്പോൾ നമ്മൾ VT മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കുറേ കാഴ്ചകളുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തിരക്ക് ഇപ്പോൾ കുറവാണ്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയ സമയത്ത് തിരക്ക് കുറവാണ്. നമ്മൾ നമ്മുടെ ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ യാത്രയാണ്. ഇതിന് ഈ ഒരു വൃത്തിയുണ്ടോ, ട്രെയിനിൻ്റെയൊക്കെ വീതിയും അതിനുള്ള വൃത്തി ഞാൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. VT മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും സംശയം കാണാം. ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസിനോട് ചേർന്നുള്ള മാർക്കറ്റുകളാണ് VT മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. നിരവധി മാർക്കറ്റുകളുണ്ട്. പ്രദേശത്തെ പ്രധാന ഒരു മാർക്കറ്റാണ് കോഫ് റോഡ് മാർക്കറ്റ്.
മഹാത്മാ ജ്യോതിബ ഫൂലെ മണ്ടായി എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു പഴയകാല മാർക്കറ്റാണ്. പഴങ്ങളും പച്ചക്കറികളും മൊത്ത വ്യാപാരത്തിൽ വിൽക്കുന്നതിന് ഇവിടം പേരുകേട്ട സ്ഥലമാണ്. ഇറക്കുമതി ചെയ്ത ഭക്ഷണ സാധനങ്ങളും കളിപ്പാട്ടങ്ങൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ മുതൽ രാത്രി വരെ തുറന്നിരിക്കുന്ന സ്ഥലമാണ്. ഞായറാഴ്ചകളിൽ രാവിലെ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുക. കൂടാതെ ഈ പ്രദേശത്ത് മറ്റു പല മാർക്കറ്റുകളും ഉണ്ട്. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങൾ, ഷൂസുകൾ, ബാഗുകൾ, ഫാഷൻ ആക്സസറീസുകൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് ഇവിടം. ട്രെയിൻ ഓരോ സ്റ്റേഷനുകൾ പിന്നിട്ട് പോകുമ്പോഴും കാണുന്ന കാഴ്ചകളാണിതൊക്കെ. ഇത് റെയിൽവേ പുറമ്പോക്കാണോ അവരുടെ സ്വന്തം സ്ഥലമാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും വികസനം ഒട്ടും തേണ്ടിയിട്ടില്ലാത്ത അടുക്കടുക്ക് പോലുള്ള കുറേ ചേരികളാണ് ഈ കാണുന്നത്. ഒരു മതിലിനോട് ചേർന്ന് മറ്റൊരു വീടിൻ്റെ മതിൽ, അങ്ങനെ ചേർന്ന് പോകുന്ന താമസിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാം. അവിടെ ചവറുകൾ ഒരുപാട് കിടപ്പുണ്ട്. ഒപ്പം തന്നെ തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ, അതൊക്കെ ലോക്കൽ ട്രെയിനുകളാണ്. ഈ കാണുന്നതെല്ലാം ലോക്കൽ ട്രെയിനുകളാണ്. ലോക്കൽ ട്രെയിനുകളുടെ സർവീസാണ് കാണുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള വീടുകളാണ്, എല്ലാ ഷീറ്റ് മൂടിയതും പൊട്ടിപ്പൊളിഞ്ഞതുമായ വീടുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്നവരാണോ, ഇവർക്ക് സ്വന്തമായിട്ട് പട്ടയം കിട്ടിയതാണോ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും വീടുകൾക്കൊന്നും വികസനങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. VT റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വിക്ടോറിയ ടെർമിനസ് എന്നാണ് ഇതിൻ്റെ പേര്. അത് പിൽക്കാലത്ത് ഇപ്പോൾ അത് ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ് എന്നാക്കി. മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ്. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ മധ്യ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയാണ്. മനോഹരമായ വാസ്തുവിദ്യയ്ക്കും ചരിത്ര പ്രാധാന്യത്തിനും ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്നൊരു സ്ഥലം കൂടിയാണ്. 2004 യുനെസ്കോ ഇത് ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. 1878 നിർമ്മാണം ആരംഭിച്ചു. ഏകദേശം 10 വർഷത്തോളം സമയമെടുത്താണ് ഇത് പൂർത്തീകരിച്ചത്. 1887 ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞിയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതിനായി സമർപ്പിച്ചതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെയാണ് വിക്ടോറിയ ടെർമിനസ് എന്ന പേര് പറയുന്നത്. ബ്രിട്ടീഷ് വാസ്തുശില്പിയായ FW സ്റ്റീവൻസ് ആണ് ഇതിന് രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ കൊട്ടാരങ്ങളുടെ വാസ്തുവിദ്യ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ബ്രിട്ടീഷ് വാസ്തുശില്പികളും ഇന്ത്യൻ കരകൗശല വിദഗ്ധരും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഈ മനോഹരമായ കെട്ടിടം പൂർത്തീകരിക്കുന്നത്. പക്ഷേ 1996 മഹാരാഷ്ട്രയിലെ പ്രശസ്തനായ മറാത്ത യോദ്ധാവ് ഛത്രപതി ശിവജി മഹാരാജൻ്റെ ബഹുമാനാർത്ഥം ഇതിൻ്റെ പേര് ഛത്രപതി ശിവജി ടെർമിനസ് എന്ന് മാറ്റി. പിന്നീട് 2017 ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ് എന്ന് പുനർനാമകരണവും ചെയ്യപ്പെട്ടു. മുംബൈ നഗരത്തിൻ്റെ വാണിജ്യ ഗതാഗത കേന്ദ്രമെന്ന നിലയിൽ ഇത് വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ദിവസേന ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്റ്റേഷൻ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത്. കയറ്റം കയറുമെന്ന് അല്ലേ? ചെറിയ കയറ്റമാണ്. താഴത്തെ ചെറിയ ലൈനാണ് കേട്ടോ. താഴേക്ക് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഇതെല്ലാം ഈ മുംബൈയുടെ ഹൃദയഭാഗത്തൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഒട്ടുമിക്ക വീടുകളിലും AC ഉണ്ട്. ഇതെല്ലാം AC വെച്ചിട്ടുണ്ട്. AC ഒക്കെ വെച്ച് നല്ല വീടുകളാണ്. പക്ഷെ എല്ലാം ഷീറ്റും ടാർപ്പയും അതൊക്കെയാണ് ചെയ്തത്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികളൊക്കെ ഇതിനകത്ത് തലയെത്തി നോക്കുന്ന 2 ലെയറാണ്. ഒരു ടോപ്പ് സ്റ്റേഷനുണ്ട്, താഴെയുണ്ട്. നമ്മുടെ
നമ്മളിപ്പം പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കുറച്ച് എടുക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നവർ ശരിയുണ്ടോ? ലെവൽ ക്രോസിങ് പഴയ കെട്ടിടങ്ങളാണല്ലോ. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. ഈ സ്റ്റേഷൻ്റെ പേരെന്തോ നമ്മൾ നോക്കട്ടെ. വടല റോഡ് സ്റ്റേഷനാണ് ജംഗ്ഷൻ. വടല റോഡ്. അപ്പം ആ ഒരു സ്റ്റേഷനും പിന്നിട്ട് ഇങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് ഇത്. ദൂരയാത്രാ ട്രെയിനുകൾക്കും മുംബൈയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്കുള്ള ലോക്കൽ ട്രെയിനുകൾക്കും ഇത് ഒരു പ്രധാന കേന്ദ്രമാണ്. ചുരുക്കത്തിൽ ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നതിലുപരി മുംബൈയുടെ ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഒരു പ്രതീകം കൂടിയാണ്. അങ്ങനെ നമ്മൾ കണ്ട് മുന്നോട്ട് പോകുന്നതിലേക്ക് പല പല കാഴ്ചകളാണ് കാണുന്നത്. ഈ റെയിൽവേ ലൈനിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഒരുപാട് ചേരികളുണ്ട്. അവിടെയൊക്കെ അതുവഴി നടക്കുന്ന ആൾക്കാരെ കാണാം. ഇത് സെവരി സ്റ്റേഷനാണ്. ഇവിടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. കോട്ടൺ ഗ്രീൻ. റായ് റോഡ് റെയിൽവേ സ്റ്റേഷൻ.
ഛത്രപതി ശിവാജിയുടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. വലിയൊരു സ്റ്റേഷനാണ്, ഒരുപാട് ഏരിയ ഉള്ള ഒരു സ്റ്റേഷനാണ്, മനോഹരമായ സ്റ്റേഷൻ. VT റെയിൽവേ സ്റ്റേഷൻ അഥവാ ഛത്രപതി ശിവജി ടെർമിനൽ, അതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഒരു രാജകൊട്ടാരത്തിനെ വെല്ലുന്ന രീതിയിലുള്ള പണികളാണ് ഇവിടെ ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവസാനം ഇവിടെയാണ്, അതുപോലെ തന്നെ ആദ്യവും ഇവിടെ തന്നെയാണ്. ഞാൻ ഇവിടെ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ഇത് മനസ്സിലായത്. എന്തായാലും എൻ്റെ ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ലോക്കൽ ട്രെയിനുകളാണ് അധികവും ഇവിടെ വരുന്നത്. മുംബൈ നഗരത്തിൻ്റെ വാണിജ്യ ഗതാഗത കേന്ദ്രമെന്ന നിലയിൽ ഇത് വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ദിവസേന ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്റ്റേഷൻ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നായി ഇത് തുടരുന്നു. ദൂരയാത്രാ ട്രെയിനുകളും മുംബൈയുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്കുള്ള ലോക്കൽ ട്രെയിനുകളും ഒക്കെ ഇവിടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ചുരുക്കത്തിൽ ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസ് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നതിലുപരി മുംബൈയുടെ ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഒരു പ്രതീകം തന്നെയാണ്. ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. പുറത്തിറങ്ങിയതിന് ശേഷം ഇന്ത്യൻ ഗേറ്റ് വേ കാണണം, അതുപോലെ തന്നെ ഭീകരാക്രമണം നടന്ന ആ ഒരു ഹോട്ടൽ കാണണം, അങ്ങനെ കുറച്ച് നഗരക്കാഴ്ചകളും.